ശരിയെന്നു തോന്നുന്ന കാര്യത്തിനായി ഏതറ്റം വരെയും VS പോകുമായിരുന്നു. രാഷ്ട്രീയത്തിലെ സഹജീവി എന്ന പരിഗണന ഒരിക്കൽ പോലും നൽകാതെയാണ് R ബാലകൃഷ്ണപിള്ളയ്ക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും ഉമ്മൻചാണ്ടിക്കുമൊക്കെ എതിരെയുള്ള കേസുകൾ നടത്തിയത്. SNC ലാവ്ലിൻ കേസിൽ VS എടുത്ത നിലപാട് കുറച്ചൊന്നുമല്ല സ്വന്തം പാർട്ടിയെ വശം കെടുത്തിയത്. ബാലകൃഷ്ണപിള്ള ഇപ്പോൾ സുപ്രീം കോടതിയുടെ ശിക്ഷയ്ക്ക് വിധേയനായി ജയിലിൽ കഴിയുകയാണ് എന്നാണ് നാം എല്ലാം കരുതിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലിൽ സുഖവാസ ചികിത്സയിലാണ്. ഇടമലയാർ കേസിൽ R ബാലകൃഷ്ണപിള്ള ജയിലിലായത് VS അച്യുതാനന്ദൻ നടത്തിയ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. മറ്റേതൊരു അഴിമതി കേസ് പോലെയും ഉദ്യോഗസ്ഥരിൽ പോലും എത്താതെ തേഞ്ഞു പോകുമായിരുന്ന കേസ്. ഇടമലയാർ ടണലിന്റെ നിർമ്മാണത്തിൽ ആദ്യഘട്ടം തന്നെ കോഴിക്കോട് NIT കൊണ്ട് സാമ്പിൾ ശേഖരിച്ചു നടത്തിയ പരിശോധന, ജസ്റ്റിസ് K സുകുമാരൻ കമ്മിറ്റി റിപ്പോർട്ട് എന്നിവയാണ് ശിക്ഷയിൽ നിർണായകമായത്. സുപ്രീം കോടതി ശിക്ഷ ശരിവച്ചതോടെ സാങ്കേതികമായെങ്കിലും R ബാലകൃഷ്ണപിള്ള ജയിലിലായി. VS മുൻകൈയെടുത്ത ഗ്രാഫൈറ്റ് കേസിലും നിരവധി വർഷങ്ങൾ R ബാലകൃഷ്ണപിള്ളയ്ക്ക് കേസ് നടത്തേണ്ടി വന്നു. ഉമ്മൻചാണ്ടിക്കെതിരെയും ഉണ്ടായി നിരവധി നീക്കങ്ങൾ. രാഷ്ട്രീയ എതിരാളികളെ വാക്കുകൊണ്ട് മാത്രമല്ല കേസുകൾ കൊണ്ടും VS വട്ടം ചുറ്റിച്ചു. AKG സെന്ററിൽ നിന്ന് കടിഞ്ഞാണ് പിടിക്കുക എന്നാണല്ലോ പറയുന്നത്. അവർ തമ്മിൽ തന്നെയായി. പിന്നെ ഞങ്ങൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റെടുക്കുന്ന ഭരണം ആരുടെ ആയാലും ശരി ആൻ്റണിയുടെ മോഡൽ തന്നെയാണോ എന്ന് ഞങ്ങൾ നോക്കും. അതല്ല, ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന സീരിയസ് ആയ പ്രശ്നങ്ങൾ ഗൗരവത്തോടുകൂടി എടുത്തിട്ട് അടിയന്തര നടപടികൾ ഒന്നൊന്നായി എടുക്കുന്നുണ്ടോ. 2006 ഡിസംബർ 4 SNC ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭയിൽ ആ പ്രമേയം കൊണ്ടുവന്നത് PM തോമസ് ഐസക്, CPIയും മറ്റു ഘടകകക്ഷികളും ഉൾപ്പെടെ അനുകൂലിച്ചു. ഒരേ ഒരാൾ മാത്രം എതിർത്തു. അത് മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. പ്രമേയം പാസാക്കുന്നുവെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞപ്പോൾ വിയോജിപ്പ് രേഖപ്പെടുത്തുമെന്ന് VS നിലപാടെടുത്തു. സ്വന്തം മന്ത്രിസഭയുടെ തീരുമാനം മുഖ്യമന്ത്രിയുടെ വിയോജിപ്പോടെ വരിക എന്ന അസാധാരണ സാഹചര്യം ഏറെ പണിപ്പെട്ടാണ് അന്ന് മന്ത്രിമാർ ഒഴിവാക്കിയത്. ADB വിരുദ്ധ സമരം നയിക്കുന്ന VSനെ ഒരരങ്ങിൽ കാണാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന 10 ആളുകളുണ്ടല്ലോ, സെക്രട്ടറിമാർ, മാറ്റം കൂടാത്ത ഒരു IAS ഉദ്യോഗസ്ഥരെ വെച്ചിട്ടുണ്ടല്ലോ. ഒരു മാറ്റത്തിന്റെ ഗവൺമെന്റ് വന്നാൽ ചെവിക്കുറ്റിക്കടിച്ച് ആ 11നെയും ഈ സെക്രട്ടറിയേറ്റിൽ നിന്ന് പുറത്താക്കുക എന്നതായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് ADB മാന്യന്മാരെ ഓർത്തോളണം. അതേ VS തന്നെ ആഗോള നിക്ഷേപക സംഗമത്തിൽ മുകേഷ് അംബാനിയുമായി സംസാരിച്ചിരിക്കുകയും ചെയ്യും. ആശയവിനിമയത്തിൽ വിദ്യാഭ്യാസക്കുറവ് VSന് ഒരു പരിമിതിയേ ആയിരുന്നില്ല. അതേ VS തന്നെ കണ്ണൂരിൽ നിന്നുള്ള പാർട്ടി നേതാക്കളുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ കോവളത്തെ ലീല പാലസ് നടപടികൾക്കും മുന്നിൽ നിന്നു. ഓഫീസാണിത്, ആരുടെ ഓഫീസല്ലേ? അതെ, പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ VS ഇല്ലാതെ ഒരു സമരങ്ങളും പൂർണ്ണമാകുമായിരുന്നില്ല. സമരം ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ അതിൽ VSും ഒപ്പം ചേരണമെന്ന പൊതുബോധം പോലും ഉണ്ടായ കാലം.
സർവകക്ഷി യോഗത്തിൽ ഒന്നിച്ചിരിക്കുമ്പോഴും ഉമ്മൻചാണ്ടിക്കും KM മാണിക്കുമെതിരായ രാഷ്ട്രീയ നീക്കങ്ങളിൽ VS ഒരടി പോലും പിന്നോട്ടു പോയില്ല. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും VS തന്നെയായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.